Today we are going to discuss on the topic Risc scalar processor. In the last session we have covered the Risc scalar processor, and in the previous sessions we have already seen the comparison between the Risc and the scalar instruction sets. Okay, അപ്പോൾ നമ്മൾ റിസ്ക് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലേ? സിസ്കിനെക്കാട്ടിയും കുറച്ചുകൂടെ എഫിഷ്യൻസിയും കുറച്ചുകൂടെ പെർഫോമൻസുമുള്ള പ്രോസസ്സേഴ്സാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസ്കിൻ്റെ ജനറിക് റിസ്ക് പ്രോസസ്സേഴ്സ് ആർ കോൾഡ് ദ സ്കെയിലർ റിസ്ക്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ആദ്യം പറയുന്നത് അതാണ്. അതായത് നമ്മൾ ജനറലൈസ്ഡ് റിസ്ക് പ്രോസസ്സേഴ്സിനെല്ലാം നമ്മൾ സ്കെയിലർ റിസ്ക് എന്നാണ് പറയുന്നത്. Okay, because it is designed to issue one instruction per cycle. ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഒരു സൈക്കിളിൽ അതിന് ഇഷ്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് തുടക്കത്തിലുള്ള ജനറലൈസ്ഡ് റിസ്ക് പ്രോസസ്സേഴ്സ് എല്ലാം അങ്ങനെയായിരുന്നു. ഓക്കെ, പിന്നീട് അവരെന്ത് ചെയ്തു, കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് നമുക്ക് പാരലിസമും, അതായത് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലിസമും കുറച്ച് സ്മോൾ ലെവൽ ഓഫ് വെക്ടർ പ്രോസസ്സിംഗ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, now simpler, second point is simpler. The RISC design gains power by pushing some of the less frequency used operation into software. അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ മൈക്രോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ചില ഓപ്പറേഷൻസ് ഹാർഡ്വെയർ ചെയ്യുന്നതിന് പകരം നമ്മളത് സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലെസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോഴത്തേക്കും പ്രോസസ്സറിന് കുറച്ചുകൂടെ ഫ്രീ ആവും, ഹാർഡ്വെയറിന് കുറച്ചുകൂടെ ഫ്രീ ആവും, വേറെ വർക്ക് അതിന് അലൗട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് സിംപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ പോയിൻ്റിൽ അതാണ്, ദ ലെസ് ഫ്രീക്വൻസി ഓപ്പറേഷൻസ് ആർ ഡൺ ബൈ ദ സോഫ്റ്റ്വെയർ റദർ ദാൻ ഹാർഡ്വെയർ. അങ്ങനെ ആകുമ്പോഴത്തേക്കും സിസ്റ്റത്തിന് കുറച്ചുകൂടെ, അല്ലെങ്കിൽ പ്രോസസ്സറിന് കുറച്ചുകൂടെ പെർഫോമൻസ് ഗെയിൻ ചെയ്യാൻ ആയിട്ട് പറ്റും. ഓക്കെ, now it needs a good compiler when compared to the Risc processor. അപ്പോൾ ഇതുപോലെ നമുക്ക് ചില ഓപ്പറേഷൻസ് എല്ലാം സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയതുകൊണ്ട് വി റിക്വയർ എ ഗുഡ് കമ്പൈലർ. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ യൂട്ടിലിറ്റി ഇവിടെ കൂടുതലാണ്. ഓക്കെ, സോ ഇറ്റ് റിക്വയർസ് എ ഗുഡ് കമ്പൈലർ കമ്പയർഡ് ടു ദ Risc processors. Now instruction level parallelism is also exploited in the pipelining. ഓക്കെ, നമുക്ക് ആ പൈപ്പ്ലൈനിങ് ടെക്നോളജി, ഇൻസ്ട്രക്ഷനിൽ പാരലിസം കൊണ്ടുവരാനുള്ള ടെക്നോളജിയാണ് പൈപ്പ് ലൈനിങ്. അത് ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇപ്പോൾ ജനറിക് പ്രോസസ്സേഴ്സിന് നമ്മൾ സ്കെയിലർ റിസ്ക് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിൽ സിമ്പിളാണ്. ഇതിൻ്റെ ഓപ്പറേഷൻസ് ചില ഫ്രീക്വൻ്റ്ലി ലെസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഓപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ സോഫ്റ്റ്വെയർ. Okay, in order to do that we require a powerful compiler. Then instruction level parallelism is also included here with the help of a pipelining technology. This is the introduction to Risc scalar processor. This is the Risc pipelining. There are 5 stages. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റിസ്കിൽ 5 സ്റ്റേജസ് ആണ്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. I1 I2 I3 I4 I5. ഇവിടെ 5 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻസ്ട്രക്ഷൻ 1, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷൻ 1 ഈസ് ഫെച്ച്ഡ്. ഇൻ ദ സെക്കൻഡ് സൈക്കിൾ വാട്ട് ഹാപ്പൻസ്, ദ ഇൻസ്ട്രക്ഷൻ 1 ഈസ് ഡീകോഡഡ്. ഇപ്പോൾ ID എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഡീകോഡാണ്. Instruction 1 is decoded, at the same time instruction 2 is fetched. Okay, in the third cycle the instruction 1 is executed, instruction 2 is decoded, and the instruction 3 is fetched. Clear? In the fourth cycle the instruction 3 instruction 1 is മെമ്മറി ആക്സസ്. ഓക്കെ, മെമ്മറി ആക്സസ് നടക്കുന്നു. ഇൻസ്ട്രക്ഷൻ 2ൽ എക്സിക്യൂഷൻ നടക്കുന്നു. ഇൻസ്ട്രക്ഷൻ 3ൽ ഡീകോഡിങ്. ഇൻസ്ട്രക്ഷൻ 4ൽ ഫെച്ചിങ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻ 1 ഈസ് റിട്ടേൺ ബാക്ക് ടു ദ മെമ്മറി. എക്സിക്യൂഷൻ കഴിഞ്ഞു, അത് റൈറ്റ് ബാക്ക് ചെയ്തു. ഇൻസ്ട്രക്ഷൻ 2ൽ മെമ്മറി ആക്സസ് നടക്കുന്നു. ഇൻസ്ട്രക്ഷൻ 3ൽ എക്സിക്യൂഷൻ. ഇൻസ്ട്രക്ഷൻ 4ൽ ഡീകോഡിങ്. ഇൻസ്ട്രക്ഷൻ 5ൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജസ് 1 2 3 4 5th സൈക്കിളിൽ നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുകയാണ്.
ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതാണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ അത് കംപ്ലീറ്റ് ആവുകയാണ്. അതാണ് ഇവിടെ നമ്മൾ ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ the first instruction is actually the execution of the first instruction is completed in this cycle. ഓക്കെ, അപ്പോൾ ഇതാണ് റിസ്കിൻ്റെ പൈപ്പ്ലൈൻസ്. 5 സ്റ്റേജസ് ഉണ്ട്. 5 സ്റ്റേജസ് ഏതാണെന്നുള്ള പറയുക. IF ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ID മീൻസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, EX മീൻസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ഓർ ജസ്റ്റ് എക്സിക്യൂട്ട്, മെമ്മറി MEM മീൻസ് മെമ്മറി ആക്സസ്, WB is register write back or just write back. These are the 5-stage pipeline in Risc processors. Okay, clear ആയല്ലോ? Now let us see an architecture of Risc processor. ഇത് ഒരു Intel i860 പ്രോസസ്സറാണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ Risc പ്രോസസ്സർ. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ പറയുമ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കുക. ഫിഗറിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് 9 ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. അപ്പോൾ ഈ ബോക്സിൽ കാണുന്ന ഈ 1 2 3 4 5 6 7 8 9 എന്ന് പറയുന്നത് ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടലി 9 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾസ് ഇതിനകത്ത് തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു 64 ബിറ്റ് പ്രോസസ്സറാണ്. 64 ബിറ്റ് പ്രോസസ്സർ. ഇറ്റ് ഈസ് ആൻ ഓൺ ചിപ്പ് പ്രോസസ്സർ. ഇറ്റ് ഈസ് ഹാവിങ് 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ്, മോർ ദാൻ 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറയേണ്ടത് ഇറ്റ് ഈസ് എ 64 ബിറ്റ് പ്രോസസ്സർ. 64 ബിറ്റ് പ്രോസസ്സർ ഹാവിങ് മോർ ദാൻ 1 മില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ഈസ് ഹാവിങ് 9 ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓക്കെ, 9 ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ്. പിന്നെ പറയേണ്ടത് ഇറ്റ് ഈസ് ഹാവിങ് അഡ്രസ് ബസ്, എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ. നമുക്ക് എക്സ്റ്റേണൽ അഡ്രസ് ബസ്സും ഉണ്ട്, ഇൻറ്റേർണൽ അഡ്രസ് ബസ്സും ഉണ്ട്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫങ്ഷണൽ യൂണിറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബസ്സുകളാണ് ഇൻറ്റേർണൽ ബസ്. ഓക്കെ, പുറത്തുനിന്ന് നമുക്ക് അഡ്രസ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്കുള്ള അഡ്രസ്സ് പോകുന്നതാണ് നമുക്ക് എക്സ്റ്റേണൽ അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബോത്ത് എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ അഡ്രസ് ബസ്. ഓക്കെ, ഇൻറ്റേർണൽ അഡ്രസ് ബസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? 32 ബിറ്റാണ്. ഇറ്റ് ഈസ് 32 ബിറ്റ്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഡാറ്റ ബസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് ഡാറ്റ എടുക്കുന്നത് ആ ബസ് എന്ന് പറയുന്നത് ആ ലൈൻ എന്ന് പറയുന്നത് 64 ബിറ്റാണ്. 64 ബിറ്റ് എക്സ്റ്റേണൽ ഡാറ്റ ബസ്. ദെൻ ബട്ട് ഇൻറ്റേർണലി ദ ഇൻറ്റേർണൽ ഡാറ്റ ബസ് ഈസ് ഓൺലി 32 ബിറ്റ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇൻറ്റേർണൽ ഇപ്പോൾ ഡാറ്റ വരുന്നത് എല്ലാം ഡാറ്റ ക്യാഷിൽ നിന്ന് ഡാറ്റ എല്ലാം വരുന്നത് എത്രയാണ്? 32 ബിറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ അഡ്രസ് ആസ് വെൽ ആസ് external address as well as internal address bus is 32 bit, but in external data bus is 64 bit, but internal data bus is 32 bit. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളത് ഇതിൽ 9 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ രജിസ്റ്റർ ഇൻറ്റീജർ യൂണിറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് വേണ്ടിയിട്ട് ഒരെണ്ണമുണ്ട്. ബസ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്, ഡാറ്റ ക്യാഷ് ഉണ്ട്. ക്യാഷ് സിംഗിൾ ക്യാഷ് ആയിട്ടുള്ള സെപ്പറേറ്റ് ക്യാഷ് ആയിട്ടാണ്. ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടൊരു ക്യാഷ്, ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു ക്യാഷ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ നമുക്കിനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വാട്ട് അബൌട്ട് ഇൻസ്ട്രക്ഷൻ ക്യാഷ്? ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ 4 കിലോബൈറ്റ് ക്യാഷ്. ഇറ്റ് വർക്ക്സ് ആസ് എ സെറ്റ് അസോസിയേറ്റീവ് മെമ്മറി. അതായത് സെറ്റ് അസോസിയേറ്റീവ് കോൺഫിഗറേഷൻ മെമ്മറി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സെറ്റ് അസോസിയേറ്റീവ് മെമ്മറിയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഇത് പറഞ്ഞാൽ മതി. ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്തിനുള്ളതാണ്? ഇറ്റ് ഈസ് യൂസ് ഫോർ സ്റ്റോറിങ് ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് എ 4 കിലോബൈറ്റ് 4 KB സൈസാണ്. ഇറ്റ് വർക്ക്സ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് സെറ്റ് അസോസിയേറ്റീവ് മെമ്മറി. Okay, then we are having a 8 KB data cache. 8 KB data cache, which is also working in the concept of two-way set associative memory. Okay, അത് 2-way ആണ്, അത് 1-way അല്ല. അത് 2-way set associative memory ആണ്. ഓക്കെ, രണ്ടും 2-way തന്നെയാണ്. 2-way പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് സെറ്റ് അസോസിയേറ്റീവ് ഓപ്പറേഷൻ വഴിയാണ് ഇത് പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, then it is having a memory management unit. Okay,
മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഇപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സിസ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു TLB കുറിച്ച് പറഞ്ഞു, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. അപ്പോൾ നമ്മൾ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് മാപ്പ് ചെയ്യാനാണ് TLB. അതേ സാധനം തന്നെയാണ് ഇവിടെ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ചെയ്യുന്നത്. കൺവേർട്സ് ദ വിർച്വൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ് ത്രൂ a TLB, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. അതിനകത്ത് ഈ TLB എന്ന് പറയുന്ന സിസ്റ്റം അതിനകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യാഷ് കഴിഞ്ഞു, ഡാറ്റ ക്യാഷ് കഴിഞ്ഞു, മെമ്മറി യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ക്ലിയർ. നൗ ദ ബസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ബസ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് കൺട്രോൾസ് ഓൾ ദ, അല്ലെങ്കിൽ ഇറ്റ് കോർഡിനേറ്റ്സ് ഓൾ ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രം ദ എക്സ്റ്റേണൽ ഡിവൈസ് ടു ദ പ്രോസസ്സർ. എക്സ്റ്റേണൽ നിന്ന് നമുക്ക് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് കൺട്രോൾ യൂണിറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റ ക്യാഷ് എന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നമ്മുടെ ഡാറ്റ എല്ലാം എടുക്കുന്നത് ഈ പറഞ്ഞ ബസ് കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഇറ്റ് കോർഡിനേറ്റ്സ് ദ 64-bit ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ചിപ്പ് ആൻഡ് ദ എക്സ്റ്റേണൽ ഡിവൈസ് ഓർ എക്സ്റ്റേണൽ ഹാർഡ്വെയർ. ക്ലിയർ? അതാണ് ബസ് കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് ഇറ്റ് ഈസ് ഹാവിങ് എ റിസ്ക് ഇൻറ്റിജർ യൂണിറ്റ്. നമുക്കൊരു ഇൻറ്റിജർ യൂണിറ്റ് ഉണ്ട്. അതായത് ഇൻറ്റിജർ ഓപ്പറേഷൻസ് മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് പെർഫോംസ് ദ ഇൻറ്റിജർ ഓപ്പറേഷൻസ്. അതായത് ഇൻറ്റിജർ ഓപ്പറേഷൻസ് ലോഡ് ചെയ്യുക, ഇൻറ്റിജർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക, ഇൻറ്റിജർ ഓപ്പറേഷൻസ് സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ഈ പറഞ്ഞ റിസ്ക് ഇൻറ്റിജർ യൂണിറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഹാവിങ് ഇപ്പോൾ ഇൻറ്റിജർ ഓപ്പറേഷൻസ് ഒക്കെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് കോർ രജിസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻറ്റിജർ ഓപ്പറേഷൻസ് എല്ലാം ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ എ ഇൻറ്റിജർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റിജർ യൂണിറ്റിന് എന്താണ്, നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻ ക്യാഷിൽ നിന്നും ഡാറ്റ ക്യാഷിലേക്കൊക്കെ ഉള്ള കണക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കണം. ഓക്കെ, അതെല്ലാം നമ്മൾ കൊടുത്തോളണം. ഇവിടെ കണ്ടോ, ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്നുണ്ട്, നമുക്ക് ഡാറ്റ ക്യാഷ് എന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് എന്നും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഈ ഇൻറ്റിജർ യൂണിറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റ് എന്തിനാണെന്നറിയാമല്ലോ. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓപ്പറേഷൻസ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് രജിസ്റ്റർ ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻ. ക്ലിയർ? ഇനി ഇതിനകത്ത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിനകത്ത് വി ആർ ഹാവിങ് 2 സബ് യൂണിറ്റ്സ്, വിച്ച് ഈസ് ആഡർ യൂണിറ്റ് ആൻഡ് മൾട്ടിപ്ലയർ യൂണിറ്റ്. ബോത്ത് ദീസ് യൂണിറ്റ്സ് ആർ പൈപ്പ്ലൈൻഡ്. ഓക്കെ, അതായത് ചില സമയങ്ങളിൽ നമുക്ക് ചില ഓപ്പറേഷൻസ് നമുക്ക് ഹൈലി കോംപ്ലിക്കേറ്റഡ് അഡിഷൻസ് അല്ലെങ്കിൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് വെക്ടർ ഓപ്പറേഷൻസ് എല്ലാം ഈ പറഞ്ഞ ആഡർ യൂണിറ്റിൽ പെർഫോം ചെയ്യും. ഓക്കെ, ചില രീതിയിൽ നമുക്ക് ചില കോംപ്ലിക്കേറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷൻസ് എല്ലാം ഈ പറഞ്ഞ പൈപ്പ്ലൈൻഡ് മൾട്ടിപ്ലയർ യൂണിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡിഷൻ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻസ് എല്ലാം ഇത് ആഡർ യൂണിറ്റ് പെർഫോം ചെയ്യും. ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പറേഷൻസ് എല്ലാം ഈ പറഞ്ഞ മൾട്ടിപ്ലയർ യൂണിറ്റ് പെർഫോം ചെയ്യും. ബോത്ത് ആർ പൈപ്പ്ലൈൻഡ് വഴിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് എ ഗ്രാഫിക്കൽ യൂണിറ്റ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു 3 ഡയമെൻഷണൽ ഡ്രോയിങ്, 3 ഡയമെൻഷണൽ റെൻഡറിങ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രാഫിക്സ് യൂണിറ്റ്. ഓക്കെ, ഇറ്റ് ക്യാൻ സപ്പോർട്ട് 3 ഡയമെൻഷണൽ ഡ്രോയിങ് ഓർ 3 ഡയമെൻഷണൽ ഗ്രാഫിക്സ് റെൻഡറിങ്. ഓക്കെ, അതെല്ലാം ഇതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ? നൗ മെർജ് രജിസ്റ്റർ. ഇപ്പോൾ മെർജ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെക്ടർ അഡിഷൻ അല്ലെങ്കിൽ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻസ് വല്ലതും വന്നു കഴിയുമ്പോഴത്തേക്കും ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് മെർജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ബൈ ദ വെക്ടർ ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ. അതായത് വെക്ടർ ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് അറേ ഓപ്പറേഷൻ. ഓക്കെ, അറേ അഡിഷൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അറേ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻസ് എല്ലാം വരുമ്പോഴത്തേക്കും വിൽ ബി യൂസിങ് ദിസ് മെർജ് രജിസ്റ്റർ. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഓഫ് എ ഇൻറ്റൽ i860 പ്രോസസ്സർ. ഓക്കെ, ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ തിയറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ 64 ബിറ്റ് പ്രോസസ്സറാണ്, ഫാബ്രിക്കേറ്റഡ് ഓൺ എ സിംഗിൾ ചിപ്പ് കണ്ടെയ്നിങ് മോർ ദാൻ 1 മില്യൺ ട്രാൻസിസ്റ്റർ. ഉണ്ടോ, 1 മില്യൺ ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ ഹൈലൈറ്റിംഗ് പോയിൻറ്റ് 64 ബിറ്റ് പ്രോസസ്സറാണ്, ഇറ്റ് ഈസ് ഹാവിങ് 1 മില്യൺ ട്രാൻസിസ്റ്ററാണ്. ഇതെല്ലാം കൂടെ ഒറ്റ ചിപ്പിനകത്താണ് ചെയ്തിരിക്കുന്നത്, ഈ സിംഗിൾ ചിപ്പാണത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പെർഫോമൻസിൻ്റെ കാര്യം പറയണം. അതായത് ഈ ഒരു 80 MFLOPS സിംഗിൾ പ്രസിഷൻ അല്ലെങ്കിൽ 60 MFLOPS ഡബിൾ സിംഗിൾ പ്രസിഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് അപ് ടു 80 MFLOPS. എന്താണ് ഈ MFLOPS എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ട യൂണിറ്റാണ്. നമ്മൾ MIPS എന്നൊക്കെ പറയില്ലേ, MIPS എന്ന് പറയുന്ന പോലെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ ഉള്ള പെർഫോമൻസിൻ്റെ യൂണിറ്റാണ്, പെർഫോമൻസ് അളക്കാനുള്ള യൂണിറ്റാണ് MFLOPS എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MIPS പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ സിംഗിൾ പ്രസിഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് അപ് ടു 80 MFLOPS, ഡബിൾ പ്രസിഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് അപ് ടു 60 MFLOPS. ഓക്കെ, 32 ബിറ്റ് ഇൻറ്റീജർ ഓപ്പറേഷൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് അപ് ടു ഇൻറ്റീജർ ഓപ്പറേഷൻസ് എല്ലാം നമ്മളെന്താണ് 40 നമ്മൾ MIPSൻ്റെ കണക്കിലാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ MFLOPS എന്നുള്ള യൂണിറ്റിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 32 ബിറ്റ് ഇൻറ്റീജർ ഓപ്പറേഷൻസ് ആണെങ്കിൽ ക്യാൻ ഹാവ് അപ് ടു 40 MIPS. ഓക്കെ, ഇതെല്ലാം ഇറ്റ് ഈസ് ഹാവിങ് എ ക്ലോക്ക് റേറ്റ്. ഈ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 40 MHz ആണ്. ഇത് പറയണം. ഓക്കെ, ഇത് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത് പറയണം, 40 MHz ക്ലോക്ക് ഫ്രീക്വൻസിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ തേർഡ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 9 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ്റർ കണക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ ഡാറ്റ പാത്ത് വിത്ത് റേഞ്ചിങ് ഫ്രം 32 to 128. ഇപ്പം 9 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ബസ് ഉപയോഗിച്ചിട്ടാണ്. ആ ബസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം 32 to 128. ഓക്കെ, ഇനി ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് അതിന് മുമ്പായിട്ട് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ അഡ്രസ് ബസ്സിനെ കുറിച്ച് പറയാനുണ്ട്. ഓൾ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ അഡ്രസ് ബസ് ആർ 32 ബിറ്റ് അല്ലേ. ഇൻറ്റേർണലും എക്സ്റ്റേണലും അഡ്രസ് ബസ് 32 ബിറ്റാണ്. എക്സ്റ്റേണൽ ഡാറ്റ ബസ് എന്ന് പറയുന്നത് 64 ബിറ്റാണ്. ഓക്കെ, പിന്നെ ഇൻറ്റേർണൽ റിസ്ക് ഇൻറ്റീജർ ALU വാസ് ഓൺലി 32 ബിറ്റ് വൈഡ്. അതായത് ഇൻറ്റീജർ ALU യൂണിറ്റിലേക്ക് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ഉണ്ടോ, ഇൻറ്റീജർ ALUലേക്ക് വരുന്ന എല്ലാ സാധനവും അഡ്രസ്സും ഡാറ്റയും എല്ലാം 32 ബിറ്റാണ്. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഡാറ്റ ബസ് 64 ബിറ്റ് ആണെങ്കിലും നമ്മൾ ഇൻറ്റീജർ യൂണിറ്റിലേക്ക് കയറുന്ന ഡാറ്റ എല്ലാം ഇറ്റ് ഈസ് 32 ബിറ്റാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ക്ലിയർ? ഇനി internal okay ഇത് പറഞ്ഞു. The instruction cache had 4 KB organized as two-way set associative. ഞാൻ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് പറയുന്നത് 4 KB ആണ്. ഇൻസ്ട്രക്ഷൻ ക്യാഷ് 4 KB ആണ്. 2-way set associative കോൺസെപ്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഡാറ്റ ക്യാഷും അതുപോലെ 8 KB ആണ്. 8 KB 2-way associative ഓൾറെഡി കണ്ടു. ഡാറ്റ ക്യാഷ് 8 KB 2-way set associative മാപ്പിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. Then bus control unit 64 coordinates 64-bit data transfer between the chip and the outside world അല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ബസ് കൺട്രോൾ യൂണിറ്റ് ഓക്കെ, എക്സ്റ്റേണൽ ഡാറ്റ പുറത്തുനിന്ന് വരുന്ന ഡാറ്റയെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ബസ് കൺട്രോൾ യൂണിറ്റാണ്. പുറത്തുനിന്ന് എത്ര ബിറ്റ് ഡാറ്റ വരുന്ന 64 ബിറ്റ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് വിർച്വൽ അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ് ട്രാൻസ്ലേഷൻ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ ഫിസിക്കൽ അഡ്രസ്സ് വിർച്വൽ അഡ്രസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ആ കാര്യം പറഞ്ഞു. ഇനി റിസ്ക് ഇൻറ്റീജർ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം. റിസ്ക് ഇൻറ്റീജർ യൂണിറ്റ് അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്കറിയാം, എക്സിക്യൂട്ട് ലോഡ് സ്റ്റോർ ഇൻറ്റീജർ ഡാറ്റ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഫോർ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റ് ആസ് വെൽ. ഇതിൽ വേറൊരു പോയിൻ്റ് വിട്ടുപോയി. അതായത് റിസ്ക് ഇൻറ്റീജർ യൂണിറ്റ് നമ്മുടെ ഇൻറ്റീജർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റീജർ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്ത്
എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ ഫെച്ച് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റും അതിനെ ഫെച്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റിലേക്കും അതിന് എന്താണ് ലിങ്ക് ഉണ്ട് കണ്ടോ. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കൺട്രോൾ യൂണിറ്റിലേക്കും അതിന് ലിങ്ക് ഉണ്ട്. ക്ലിയർ? അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതും കൂടെ അതിനകത്ത് പറയണം. There are two floating point units അല്ലേ, മൾട്ടിപ്ലയർ യൂണിറ്റ് ആൻഡ് ആഡർ യൂണിറ്റ് വിച്ച് ക്യാൻ ബി യൂസ് സെപ്പറേറ്റ്ലി ഓർ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ മൾട്ടിപ്ലയർ യൂണിറ്റും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റിനകത്ത് 2 സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്, പൈപ്പ് ലൈൻ ആഡർ യൂണിറ്റും മൾട്ടിപ്ലയർ യൂണിറ്റും. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞത്. The special dual operation floating point instructions such as add and multiply and subtract and multiply use both the multiplier and adder unit. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഡർ യൂണിറ്റും മൾട്ടിപ്ലയർ യൂണിറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതെപ്പോഴാണ് അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത്? അതായത് ഡുവൽ ഓപ്പറേഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ആഡ് ആൻഡ് മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, ഒരു ഇൻസ്ട്രക്ഷനകത്ത് ആഡ് ആൻഡ് മൾട്ടിപ്ലൈ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ആൻഡ് മൾട്ടിപ്ലൈ വരികയാണെങ്കിൽ, അവർക്ക് അങ്ങനെയുള്ള ഓപ്പറേഷൻസിൽ നമുക്ക് ഈ പറഞ്ഞ മൾട്ടിപ്ലയറും ആഡർ യൂണിറ്റും ഒരുമിച്ച് പാരലായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, നൗ ഗ്രാഫിക്സ് യൂണിറ്റ് എന്തിനാണ്? 3D അല്ലേ, 3D റെൻഡറിങ് ആണെന്ന് പറഞ്ഞു. ഗ്രാഫിക് യൂണിറ്റ് സപ്പോർട്ട്സ് 3-dimensional ഡ്രോയിങ് ഇൻ എ ഗ്രാഫിക്സ് ഫ്രെയിം ബഫർ. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, ബഫർ കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ ഗ്രാഫിക് റെൻഡറിങ് എല്ലാം ചെയ്യുന്നത് വിത്ത് കളർ ഇൻറ്റൻസിറ്റി, ഷെയ്ഡിങ് ആൻഡ് ഹിഡൻ സർഫസ് എലിമിനേഷൻ. ഓക്കെ, അതിനുള്ള ഓപ്പറേഷൻസ് ആണ് ഈ പറയുന്നത്. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് യൂണിറ്റ്സ് സപ്പോർട്ട്സ് 3-dimensional ഗ്രാഫിക്കൽ റെൻഡറിങ് യൂസിങ് ഗ്രാഫിക്സ് ഫ്രെയിം ബഫർ. ഇത്രയും പറഞ്ഞാലും മതി. ഓക്കെ, നൗ മെർജ് രജിസ്റ്റർ ഗ്രാഫിക്കൽ യൂണിറ്റിൻ്റെ താഴെ നമ്മൾ കണ്ട സാധനമാണ് ഈ മെർജ് രജിസ്റ്റർ എന്ന് പറയുന്നുണ്ടോ. അപ്പോൾ മെർജ് രജിസ്റ്റർ എന്തിനാണ്? മെർജ് രജിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെക്റ്റർ ഇൻറ്റിജർ ഓപ്പറേഷൻസ് അല്ലേ, വച്ച് യൂസ് ഓൺലി ബൈ ദ വെക്റ്റർ ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ. നമ്മൾ വെക്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 2-dimensional അറേ ഓപ്പറേഷൻസ് ഉള്ള ഇൻസ്ട്രക്ഷൻസാണ് വെക്റ്റർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മെർജ് രജിസ്റ്റർ. ദിസ് രജിസ്റ്റർ അക്കുമുലേറ്റഡ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ അഡിഷൻ ഓപ്പറേഷൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ വെക്റ്റർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വെക്റ്റർ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ മെർജ് രജിസ്റ്ററിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മെർജ് രജിസ്റ്റർ. ഓക്കെ, അതായത് അറേ അഡിഷനിൽ മൾട്ടിപ്പിൾ അറേ ഓപ്പറേഷൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ അറേ അഡിഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അഡിഷൻ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ മെർജ് രജിസ്റ്ററിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ ഓഫ് Intel i860 processor. This is a very best example for a Risc processor. Okay, അപ്പോൾ റിസ്ക് സ്കെയിലർ റിസ്ക് പ്രോസസ്സർ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് Intel i860 പ്രോസസ്സർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം പറയാം. ഓക്കെ, നമ്മൾ ആദ്യം എന്താ പറയേണ്ടത്? ആദ്യം ഇതൊരു 64-bit ചിപ്പാണെന്ന് പറയാം. ഒരു ഓൺ ചിപ്പാണ്, സിംഗിൾ ചിപ്പാണ്. ഇതിനകത്ത് എല്ലാ സാധനവും ഇതിനകത്ത് ഒരു സിംഗിൾ ചിപ്പിനകത്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ കാര്യം പറയുക. പിന്നെ ഇതിന് 1 million മോർ ദാൻ 1 million ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്? പിന്നെ ബസ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, അഡ്രസ് ബസ്സും എക്സ്റ്റേണൽ അഡ്രസ്സും ഇൻറ്റേർണൽ അഡ്രസ്സും 32-bit ആണ്. ഓക്കെ, ബട്ട് എക്സ്റ്റേണൽ ഡാറ്റ 64-ഉം ഇൻറ്റേർണൽ ഡാറ്റ ബസ് 32 ആണ്. ഓക്കെ, പിന്നെ 9 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ടെന്ന് പറയാം. എന്നിട്ട് ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? വളരെ സിമ്പിളാണ്. ഈ ഫിഗർ വരയ്ക്കുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കീഴിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വി ആർ ഹാവിങ് 2 separate യൂണിറ്റ്സ്. ദേ ആർ ആഡർ യൂണിറ്റ് ആൻഡ് മൾട്ടിപ്ലയർ യൂണിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു യൂണിറ്റാണ്, സെപ്പറേറ്റ് ഒരു ഫങ്ഷണൽ യൂണിറ്റാണ് ഗ്രാഫിക്കൽ യൂണിറ്റ്. 3D ഗ്രാഫിക്കൽ റെൻഡറിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ മെർജ് രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ വെക്റ്റർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഫിഗറും കൂടെ വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഈ പോയിൻ്റ് മതി, ഈ പോയിൻ്റ് മാത്രം, ഇത്രയും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻ്റുകൾ മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ പറയാൻ പറ്റില്ല, കൂടുതൽ നമുക്ക് എഴുതാനുള്ള സമയം കിട്ടത്തില്ല. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും.
ഓക്കെ, താങ്ക് യു.